പുഷ്പ 2 റിലീസിനിടെ തിക്കിലും തിരക്കിലും പെട്ട ഒരു മരണമെന്നുള്ള ദാരുണമായ വാർത്തയിലേക്കാണ് ആദ്യം തന്നെ കടക്കുന്നത്. ഹൈദരാബാദിലെ സാന്ധ്യ തിയേറ്ററിലാണ് അപകടം. ദിൽസുഖ്നഗർ സ്വദേശി രേവതിയാണ് മരിച്ചത്. ഭർത്താവ് ഭാസ്കറിനും 2 മക്കൾക്കും പരിക്കേറ്റു. അല്ലു അർജുൻ പങ്കെടുത്ത പ്രീമിയർ ഷോയ്ക്കിടെയായിരുന്നു സംഭവം. പുലർച്ചെ 4-ന് കേരളത്തിലെ തിയേറ്ററുകളിലേക്ക് ആദ്യ ഷോയ്ക്ക് ഫാൻസിന്റെ തിരക്കാണ്. MS ഹരികൃഷ്ണൻ എരിസ്പെക്സ് തിയേറ്ററിൽ നിന്നും, ഒപ്പം നവമി ദിനേശ എറണാകുളത്തു നിന്നും ചേരും. ആദ്യം ഹരികൃഷ്ണനിലേക്കാണ് പോകുന്നത്. ഹരി, നമുക്ക് സിനിമയുടെ വിശേഷങ്ങളിലേക്ക് എത്താം. അതിനു മുൻപ് നമ്മൾ ഏറെ വേദനിപ്പിച്ചത് ഇന്നലെ രാത്രി ഹൈദരാബാദിൽ ഒരു മരണം സംഭവിച്ചു. അതും ഈ പുഷ്പ 2 റിലീസിനിടെ തിക്കിലും തിരക്കിലും പെട്ടാണ് ഒരു മരണം അവിടെ നടന്നതെന്നാണ്. ഒരു സ്ത്രീയാണ് മരിച്ചത്. അപ്പോൾ നമുക്ക് ഊഹിക്കാൻ സാധിക്കും എത്രമാത്രം വലിയ തിരക്കായിരിക്കും അവിടെ ഉണ്ടായിട്ടുണ്ടാവുക എന്നത്. ഒരു സിനിമയുടെ റിലീസ് ഒരു ദാരുണമായ സംഭവത്തിലേക്ക് കടക്കുക എന്നത് ഏറെ വേദനിപ്പിക്കുന്ന ഒന്നാണ്. നമുക്ക് ആദ്യം ആ ദൃശ്യങ്ങളിലേക്ക് കടക്കാം. അതിനുശേഷം ഞാൻ ഹരിയിലേക്ക് എത്താം. ഹരികൃഷ്ണൻ ചേർന്ന വിവരങ്ങളുമായി. ഹരി, നമ്മളിപ്പോൾ പ്രേക്ഷകരെ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്നലെ ഹൈദരാബാദിൽ നടന്ന ആ സിനിമ റിലീസിനിടെ ഉണ്ടായ തിക്കും തിരക്കുമാണ്. അല്ലു അർജുൻ വന്നതിന് ശേഷമാണ് ഇത്രമാത്രം തിരക്കുണ്ടായെന്ന് മനസ്സിലാക്കുന്നു. അതിദാരുണമായ സംഭവം എന്ന് തന്നെ പറയാം. കാരണം സിനിമ കാണാൻ കുടുംബത്തോടൊപ്പം ചെല്ലുക, അവിടെയുള്ള തിക്കിലും തിരക്കിലും പെട്ടൊരു സ്ത്രീക്ക് ജീവൻ നഷ്ടപ്പെടുക എന്ന് പറയുന്നത് വലിയ ദാരുണമായ സംഭവം തന്നെയാണ്. യഥാർത്ഥത്തിൽ എന്തായിരുന്നു സംഭവിച്ചത് ഇത്രമാത്രം തിരക്കുണ്ടാവാൻ, ഹരി? തീർച്ചയായും അതിദാരുണമായ സംഭവം തന്നെയാണ് ഇന്നലെ ഹൈദരാബാദ് സന്ധ്യ തിയേറ്ററിൽ നടന്നത്. പ്രധാനമായും സിനിമയുടെ അണിയറ പ്രവർത്തകർ നടത്തിയ പ്രിവ്യൂ ഷോ രാത്രി 11 മണിക്ക് ഹൈദരാബാദിൽ സ്ക്രീൻ ചെയ്തിരുന്നു. ബാക്കി എല്ലാ സ്ഥലങ്ങളിലും 4 മണിക്കായിരുന്നു ഫാൻ ഷോ ആരംഭിക്കുന്നത്. അതായത് അടുത്ത ദിവസം 4 മണിക്കായിരുന്നു ഫാൻ ഷോ ആരംഭിക്കുന്നത്. ഇന്നലെ രാത്രി 11 മണിയോടെയാണ് ഈ ഒരു പ്രീമിയർ ഷോ അണിയറ പ്രവർത്തകർ സംഘടിപ്പിച്ചത്. പക്ഷേ അവസാന നിമിഷമാണ് തിയേറ്ററിൽ അല്ലു അർജുനും സംവിധായകനായ സുകുമാറും പങ്കെടുക്കുമെന്നുള്ള വിവരം അറിയുന്നത്. അതിനു മുമ്പ് വരെ ഏകദേശം 3/4 മണിക്കൂർ വരെ ആ തിയേറ്ററിൽ അത്രയധികം തിരക്കുണ്ടായിരുന്നില്ല. ഈ ഒരു വിവരം വന്നതിന് ശേഷം തിരക്ക് അനിയന്ത്രിതമായി മാറുകയും പോലീസ് ഉൾപ്പെടെയുള്ളവർ അവിടെ എത്തുകയും ചെയ്യുന്നൊരു സാഹചര്യം ഉണ്ടായി. അല്ലു അർജുനെ കാണാൻ വേണ്ടിയിട്ടുള്ള ജനത്തിരക്ക് തന്നെയാണ് സന്ധ്യ തിയേറ്ററിൽ പിന്നീട് സംഭവിച്ച കാഴ്ചകൾ. ആ ഒരു തിരക്കിൽപ്പെട്ടാണ് ദിൽസുഖ്നഗർ സ്വദേശിനിയായ രേവതിക്ക് ജീവൻ നഷ്ടപ്പെട്ടത് എന്നാണ് മനസ്സിലാക്കുന്നത്. അതോടൊപ്പം തന്നെ ഒരു കുട്ടിയടക്കം 2 പേർ ബോധം കെട്ട് വീഴുന്നൊരു സാഹചര്യവും ഉണ്ടായി. പോലീസ് ഈ തിരക്ക് വലിയ രീതിയിൽ നിയന്ത്രിക്കാനാവാത്തൊരു സാഹചര്യം വരുമ്പോഴേക്കും ഈ ആളുകളെ നീക്കാൻ വേണ്ടിയിട്ട് പോലീസ് ലാത്തി വീശുകയുണ്ടായിരുന്നു. ആ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് രേവതിയുടെ മരണം സംഭവിച്ചതെന്ന് മനസ്സിലാക്കുന്നു. പോലീസുകാർ CPR ഉൾപ്പെടെ നൽകാൻ ശ്രമിച്ചെങ്കിൽ പോലും ജീവൻ രക്ഷിക്കാനായിരുന്നില്ല. ഇപ്പോഴും കുഴഞ്ഞു വീണ 2 പേർ ഗുരുതരമായ അവസ്ഥയിൽ ചികിത്സയിൽ കഴിയുകയാണ്. ആശുപത്രിയിൽ ചികിത്സയിൽ നിൽക്കുകയാണ് 2 പേരും. അങ്ങനെ ഒരു അതിദാരുണമായ സംഭവം ഇന്നലെ രാത്രി നടക്കുന്നു. പുഷ്പയെ സംബന്ധിച്ചിടത്തോളം അത്രയധികം, അല്ലു അർജുനെ സംബന്ധിച്ചിടത്തോളം തന്നെ ഈ 2ാം ഭാഗം വരുമ്പോഴേക്കും തിയേറ്ററിലൊട്ടാകെ തന്നെ ആരാധകരുടെ ജനത്തിരക്ക് തന്നെയാണുള്ളത്. ഇപ്പോൾ ഞാൻ നിൽക്കുന്ന എരിസ്പെക്സ് തിയേറ്ററിലാണ്. ഇവിടെയും ആദ്യത്തെ ഷോയ്ക്ക് വേണ്ടിയിട്ടുള്ള സ്ക്രീനുകളിലൊക്കെ തന്നെ ഹൗസ്ഫുള്ളായി മാറുന്നൊരു സാഹചര്യമുണ്ട്. അപ്പോൾ ഹൈദരാബാദിൽ പ്രത്യേകിച്ച് അല്ലു അർജുൻ ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ളൊരു സ്ഥലത്ത് അത്രയധികം തിരക്ക് വരുന്നത് സ്വാഭാവികമാണ്. പക്ഷേ ആ ഒരു തിരക്ക് പ്രത്യേകിച്ച് എടുത്ത് നോക്കുകയാണെങ്കിൽ അല്ലു അർജുൻ സിനിമകൾക്ക് അവിടെ അല്ലു അർജുൻ എത്തും എന്നുള്ളത് 40 മിനിറ്റ് മുമ്പ് അറിഞ്ഞു എന്നുള്ളത് കാരണം അത്രയധികം തിരക്കിലേക്ക് കാര്യങ്ങൾ മാറുകയും ചെയ്തിരുന്നു. കുടുംബത്തോടൊപ്പമാണ് രേവതി എത്തിയത്. ഭർത്താവായ ഭാസ്കറിനൊപ്പവും 2 മക്കളായ തേജിനും സാൻവിക്കുമൊപ്പമാണ് സന്ധ്യ തിയേറ്ററിൽ
എത്തിയത്. പക്ഷേ ഈ ഒരു പ്രിവ്യൂ ഷോ പ്രധാനമായും ഫാൻസിന് വേണ്ടിയിട്ടായിരിക്കും ഈ പ്രിവ്യൂ ഷോ സംഘടിപ്പിച്ചത്. അങ്ങനെ ഒരു ഫാമിലി ഷോ ആയിട്ട് മാറാറില്ല സാധാരണ പ്രിവ്യൂ ഷോകൾ. പക്ഷേ രേവതി എത്തിയത് കുടുംബമായിട്ടാണ്. അങ്ങനെ ഒരു സാഹചര്യത്തിൽ നിന്നുകൊണ്ട് ഈ ഒരു ദാരുണമായ സംഭവം, അതിദാരുണമായ സംഭവം എന്ന് തന്നെ പറയേണ്ടി വരും. പലപ്പോഴായി പല വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഈ ഫാൻ ഷോകളിൽ പ്രത്യേകിച്ച് ഇതുപോലൊരു തിരക്ക് കാരണം പലപ്പോഴായും അപകടങ്ങൾ സംഭവിക്കാറുണ്ട്. പലരുടെയും ജീവൻ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യവും ഉണ്ടായിട്ടുണ്ട്. ഇത്തവണ അത് വീണ്ടും ആവർത്തിക്കപ്പെടുന്നു എന്നുള്ള അതിദാരുണമായ സംഭവം തന്നെയാണ് ഹൈദരാബാദിൽ നിന്ന് നടക്കുന്നത്. മാത്രമല്ല പല സംസ്ഥാനങ്ങളിലും മെട്രോ നഗരങ്ങളിൽ ഉൾപ്പെടെ 4 മണിക്കാണ് സാധാരണയായി ഷോ ഉൾപ്പെടെ നടക്കുന്നത്. ഇവിടെ തിരുവനന്തപുരത്തും ഒക്കെ 4 മണിക്ക് തന്നെയാണ്. കേരളത്തിലൊട്ടാകെ ശരി, ഞാൻ ഹരിയിലേക്ക് എത്താം. അതിന് മുൻപ് ഇപ്പോൾ അല്ലു അർജുൻ അടക്കം താരം അല്ലു അർജുൻ